ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാസ് കിച്ചൺ വ്ലോഗ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ലോട്ടസ് ബിസ്കോഫ് ബിസ്ക്കറ്റിൻ്റെ അടിപൊളി പുഡിംഗ് ആണ്. 3 ലെയറായിട്ടാണ് ഈ പുഡിംഗ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിനായിട്ട് ലോട്ടസിൻ്റെ 250 ഗ്രാം വരുന്ന ഒരു പാക്കറ്റ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരു 6 ബിസ്ക്കറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിലേക്ക് ബട്ടർ മെൽട്ടാക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഫസ്റ്റ് ലെയർ തയ്യാറാക്കിയെടുക്കാം. ഫസ്റ്റ് ലെയർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പാല് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് ഇതുപോലെ മിക്സാക്കി കൊടുക്കാം. ബാക്കി വരുന്ന പാല് ഇതുപോലെ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മധുരത്തിനായിട്ട് ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. മിൽക്ക് മെയ്ഡിന് പകരം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റാണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ. ഞാനിവിടെ 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഫ്രഷ് ക്രീമിന് പകരം വിപ്പിംഗ് ക്രീമും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാല് ചൂടാക്കാനായിട്ട് വയ്ക്കാം. പാല് ചൂടായി വന്നാൽ നമുക്ക് ഈ കോൺഫ്ലോറിൻ്റെ ഈ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പുഡിങ്ങിന് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോറിൻ്റെ ഈ ഒരു മിക്സ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് തയ്യാറാക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ മിക്സ് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു മിക്സ് മുഴുവനായിട്ടും ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ 2 മണിക്കൂറോളം സെറ്റാക്കാനായിട്ട് വയ്ക്കാം. ആ ഒരു ടൈമിൽ നമുക്കിതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് 3rd ലെയറിന് വേണ്ട ഒരു ക്രീമി സോസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ലോട്ടസിൻ്റെ ഒരു 6 ബിസ്ക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ്. അതൊന്ന് മെൽട്ടാക്കിയെടുക്കാം. എന്നിട്ട് അതൊന്ന് മെൽട്ടാക്കിയിട്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണും ഞാൻ ഇതിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. മധുരത്തിനായിട്ട് മിൽക്ക് മെയ്ഡാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ സോസ് ഇവിടെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സെറ്റായ പുഡിങ്ങിൻ്റെ മേലെ ഈ സോസ് ഇതുപോലെ ഒഴിച്ചിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ 3rd ലെയറും ഇവിടെ റെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബാക്കി വന്ന പൊടിച്ച ബിസ്ക്കറ്റ് ഇതുപോലെ ചുറ്റും ഇട്ട് കൊടുക്കാം. സെൻറ്ററിൽ ലോട്ടസിൻ്റെ ഒരു ബിസ്ക്കറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 1-2 മണിക്കൂർ സെറ്റാക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റാണ്. പാർട്ടിയിലും ഒക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഇനി ഒരു ബിസ്ക്കറ്റിന് പകരം ടൈഗർ ബിസ്ക്കറ്റും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഏകദേശം ആ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.